നമസ്കാരം, എക്സ്ക്ലൂസീവ് ന്യൂസ്. പാലക്കാടൻ തിരഞ്ഞെടുപ്പ് ചൂടിൽ താമര വാടി വീഴുകയാണ്. 43 വാർഡുകളിൽ മത്സരിക്കാൻ ആളില്ലാതെ BJP. കഴിഞ്ഞ തവണ BJP മുഖ്യ പ്രതിപക്ഷമായ പുതുനഗരം പഞ്ചായത്തിൽ ഇത്തവണ 4 വാർഡുകളിൽ സ്ഥാനാർത്ഥിയില്ല. ആലത്തൂരിലും അലനല്ലൂരിലും 5 ആളുകളില്ല. കാഞ്ഞിരപ്പുഴയിൽ 8 താമരയുണ്ടാവില്ല. തത്തമംഗലം നഗരസഭയിൽ 5 ആളില്ലാതെ BJP കുഴയുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് BJPക്ക് തിരിച്ചടിയാവുകയാണ്. പാലക്കാട് പലയിടത്തും BJPക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല. 11 പഞ്ചായത്തുകളിലായി 43 വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥികളില്ലെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 5 വാർഡുകളിലും കാഞ്ഞിരപ്പുഴയിൽ 8 വാർഡുകളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല. കഴിഞ്ഞ തവണ BJP മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ 4 വാർഡുകളിലും ആലത്തൂര് അലനല്ലൂർ പഞ്ചായത്തുകളിൽ 5 സ്ഥാനാർത്ഥികളില്ല. വടകരപ്പതി, പുതുനഗരം, വണ്ടാഴി, പെരുമാട്ടി പഞ്ചായത്തുകളിൽ 4 വാർഡുകളിലും കാരാകുർശി, വടക്കഞ്ചേരി പഞ്ചായത്തുകളിൽ 3 കിഴക്കഞ്ചേരിയിൽ 2 മങ്കരയിൽ 1 BJPക്ക് സ്ഥാനാർത്ഥികളില്ലെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. ഇതുമാത്രമല്ല, പാലക്കാട് BJPയിൽ വൻ പൊട്ടിത്തെറിക്ക് സാധ്യതയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പാലക്കാട് BJPയിലെ പൊട്ടിത്തെറിയിൽ നിലപാട് വ്യക്തമാക്കി സ്ഥിരം സമിതി അധ്യക്ഷനും BJP സ്ഥാനാർത്ഥിയുമായ P. സ്മിതേഷ് രംഗത്തെത്തിയിരുന്നു. പാർട്ടിയിലെ ഒരു വിഭാഗത്തെ മാത്രം പട്ടികയിൽ പരിഗണിച്ചെന്ന നിലപാട് തനിക്കുമുണ്ടെന്ന് സ്മിതേഷ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ തനിക്ക് കിട്ടിയത് ജയസാധ്യതയുള്ള സീറ്റെന്നും BJP സ്ഥാനാർത്ഥി വിവരിക്കുന്നു. കൃഷ്ണകുമാർ വിരുദ്ധപക്ഷത്തെ E. കൃഷ്ണദാസ്, P. സ്മിതേഷ് എന്നിവരെ മാത്രം ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് BJP നേതൃത്വത്തിനെതിരെ സ്ഥാനാർത്ഥി കൂടിയായ P. സ്മിതേഷിന്റെയും പരസ്യ പ്രതികരണം. പ്രമീള ശശിധരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: BJP സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തി പരസ്യമാക്കി കഴിഞ്ഞ ദിവസമാണ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്തെത്തിയത്. പട്ടിക തയ്യാറാക്കിയത് ഏകപക്ഷീയമായെന്നാണ് പ്രമീള ശശിധരൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. സംഘടന പിടിക്കാൻ കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കി. സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ ക്ഷണിച്ചില്ല. തന്നെ ക്രൂശിച്ച് ഒറ്റപ്പെടുത്തി. ചെയർപേഴ്സൺ ആയിരുന്ന അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ഒറ്റപ്പെടുത്തി ക്രൂശിച്ചു. പല പരിപാടികളിലേക്കും കാണാറുമില്ല. ക്ഷണിച്ച പരിപാടികളിലേക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ പോകാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതും അതുകൊണ്ടാണെന്നും പ്രമീള ശശിധരൻ വ്യക്തമാക്കിയിരുന്നു. എന്തുതന്നെയായാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറെ വിയർക്കേണ്ടി വരും. താമര വിരിയുമോ എന്ന് കാത്തിരുന്നു കാണാം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.